എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ടാവും. ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? ശരിക്കും കുറെ മിസ് ചെയ്യുന്നുണ്ട്. ഹലോ, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പുതിയ പ്രൊമോയില് ഭയങ്കര സീനാട്ടോ. നമ്മുടെ ലച്ചുവിന് ചിക്കൻ പോക്സ് വന്നിരിക്കുന്നു. അതേ കൂട്ടുകാരെ, അപ്പൊ നമ്മുടെ ലച്ചു ഇങ്ങനെ മുഖത്തും കഴുത്തിലൊക്കെ ഇങ്ങനെ തണർത്തത് നമ്മുടെ ഭവാനി അമ്മമ്മയെ കാണിക്കുമ്പോഴാണ് ഭവാനി അമ്മമ്മ പറയുന്നത്, അയ്യോ ഇത് ചിക്കൻ പോക്സ് ആണല്ലോ, വേഗം തന്നെ മുറിയിൽ പോയി അടച്ചിരുന്നോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലച്ചു മുറിയിൽ അടച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ സിദ്ധുവിനാണെങ്കിൽ വല്ലാത്ത പ്രണയം. സിദ്ധു മുറിയുടെ ഡോറൊക്കെ തട്ടിയിട്ട് ലച്ചൂസേ എനിക്ക് നിന്നൊന്ന് കാണണം, ഞാൻ ഉള്ളിലേക്ക് വന്നോട്ടെ എന്നൊക്കെ പറയുക. അപ്പൊ നമ്മുടെ ഭവാനി അമ്മമ്മയും കനകാന്റിയും വന്നിട്ട്, ദൈവമേ സിദ്ധു മോനെ, കുറച്ച് ദിവസം നീ ഒന്ന് ക്ഷമിക്ക്, അവളെ കുറച്ച് ദിവസത്തേക്ക് കാണാനൊന്നും പറ്റത്തില്ല, ഇനി അവൾക്ക് അസുഖമാണ്, അത് മാറണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സിദ്ധുവിനാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ കേശുവളിയനാണെങ്കിൽ സിദ്ധുവളിയൻ അറിയാതെ പോലും കയറാതിരിക്കാൻ വേണ്ടി ആ മുറി പൂട്ടി താക്കോലി നമ്മുടെ കേശുവളിയൻ പോക്കലിട്ടുകൊണ്ട് നടക്കുക കേട്ടോ. അപ്പൊ സിദ്ധുവളിയൻ ഒരു രക്ഷയില്ല. അപ്പൊ പുറത്തുനിന്ന് ഇങ്ങനെ ഡോറിന്റെ പുറത്തുനിന്ന് ഇങ്ങനെ സിദ്ധു സംസാരിക്കുന്നൊക്കെ ഉണ്ട്, ലച്ചൂസെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ലച്ചു പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, ഇനി എന്തായാലും കുറച്ച് ദിവസമല്ലേ ഉള്ളൂ സിദ്ധു, ക്ഷമിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ടേ. ലാസ്റ്റ് നമ്മുടെ സിദ്ധുവിളിന് ഡോറ് തുറക്കാൻ നിവർത്തിയില്ലല്ലോ. അപ്പൊ ജനലിൽ അവിടെ വന്ന് ജനല് തുറക്കാൻ ശ്രമിക്കുക ലച്ചുവിനെ ഒന്ന് കാണാൻ വേണ്ടി. അപ്പൊ ഇത് കേശു കാണുന്നുണ്ട്. കേശു വന്നിട്ട് ബക്കറ്റും കൊണ്ട്, സിദ്ധുവളിയാ ഞാൻ സിദ്ധുവിനെ എറിഞ്ഞു വീഴ്ത്തും എന്നും പറഞ്ഞിട്ട് ഈ ബക്കറ്റും കൊണ്ട് സിദ്ധുവളിന്റെ പുറകെ ഓടിച്ചിട്ട് എറിയുന്നൊക്കെയുണ്ട്. ഭയങ്കര രസകരമായിട്ടുള്ള സീനാട്ടോ. പക്ഷെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ സിദ്ധുവളിയനെ ലച്ചുവിനെ കാണാൻ ഇങ്ങനെ മുട്ടിയിട്ടുണ്ടല്ലോ, പുറത്തിങ്ങനെ ശോകമായിട്ട് ഇങ്ങനെ നടക്കുവാട്ടോ. പുള്ളി പറമ്പിലൂടെയും അവിടെ മുറ്റത്തൂടെയൊക്കെ ഇങ്ങനെ ഭയങ്കര ശോകത്തിൽ നടക്കുന്ന രംഗങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിച്ചതേ. ലച്ചുവിന് അസുഖം വന്നപ്പോൾ സിദ്ധുവിന് വല്ലാത്തൊരു പ്രണയവും കൂടി. എന്ത് ചെയ്യാനാണല്ലേ, കഷ്ടം, പാവം സിദ്ധു. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഹെറം ദി മലയാളി സൈനിങ് ഓഫ്.